യെസ്, SLC കെമിസ്ട്രി എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ ചില സ്റ്റുഡൻസ് എങ്കിലും എവിടുന്ന പഠിക്കുക, എങ്ങനെ പഠിക്കുക, ഒരുപാട് പഠിക്കാനുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്ന സമയമായിരിക്കും. മക്കളെ, ഞാൻ ഇനി പറയാൻ പോകുന്ന ഓരോ ചാപ്റ്ററിലെയും പോയിന്റുകൾ നിർബന്ധമായിട്ടും വായിച്ചില്ലേ പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. എല്ലാം വായിക്കണം, പക്ഷേ അവസാനം ഈ സമയത്ത് നിങ്ങൾ വായിക്കുമ്പം കൺഫ്യൂഷൻ ആയി പോകുന്ന സമയത്ത് ഇതെങ്കിലും പഠിച്ചില്ലേ എന്നൊന്ന് ഉറപ്പിക്കുക. സോ ഫസ്റ്റ് ചാപ്റ്ററിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, കുറെ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുക. കാരണം ഇതിന്റെ പേര് തന്നെ നോമൻക്ലേച്ചർ ആൻഡ് ഐസോമറിസം എന്നാണ്. അപ്പൊ പേരിടാനുള്ള കുറെ ക്വസ്റ്റ്യൻസ്, ഞാനിപ്പോൾ അവിടെ പേരിന്റെ പോയിന്റുകളൊക്കെ ഉണ്ട്, പേരിന്റെ ക്വസ്റ്റ്യനുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പേരുകൾ ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ, ഈ നോമൻക്ലേച്ചറിന്റെ ചാപ്റ്ററിൽ പേര് എഴുതാൻ ഞാൻ കുറേ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് എക്സാമ്പിൾ ഒക്കെ എടുത്തിട്ട് പേര് എഴുതാൻ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമത്തത്, ഈ ചാപ്റ്ററിൽ ഐസോമറിസം രണ്ടാമത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ പേര് എഴുതാൻ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഐസോമറിസത്തിന്റെ കുറച്ച് ഡെഫിനിഷനുകളുണ്ട്. പല ടൈപ്പ് ഐസോമറിസം ഉണ്ട്. ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഐസോമറിസം, മെറ്റാമറിസം, അതൊക്കെ എന്താണെന്നും അതിന്റെ ഡെഫിനിഷൻ എന്താണ്, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അത് വേഗം പഠിച്ചെടുത്തോന്ന് ഞാൻ പറഞ്ഞത്. അതിന്റെ ഡെഫിനിഷനുകളൊക്കെ ഒന്ന് പഠിച്ചെടുത്തുന്നത് നന്നായിരിക്കും. ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് സെറ്റാണ്. അപ്പൊ നെയിമിങ്ങിന്റെ ഭാഗം എക്സാമ്പിൾ അടക്കം പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ഐസോമറിസത്തിന്റെ ഡെഫിനിഷനുകൾ പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ടൈമിനനുസരിച്ച് അതിന്റെ എക്സാമ്പിളും കൂടെ ചെയ്ത് പഠിക്കണം. എക്സാമ്പിളാണ് മെയിനായിട്ട് ചോദിക്കുക, ഡെഫിനിഷനും ചോദിക്കും എന്നുള്ളതുകൊണ്ടാണ് അതും പറഞ്ഞത്. സോ എക്സാമ്പിൾ അടക്കം പഠിച്ചു കഴിഞ്ഞാൽ അത് സെറ്റാണ്, ആ ഭാഗങ്ങൾ സെറ്റാണ്. ദെൻ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ, കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ മക്കളെ 5 ടൈപ്പ് റിയാക്ഷൻ ഉണ്ട്. ഈ 5 ടൈപ്പ് റിയാക്ഷനും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. സോ 5 ടൈപ്പ് റിയാക്ഷൻ പെട്ടെന്ന് എന്താണെന്നൊരു ഐഡിയ കിട്ടിയില്ലേ എന്നൊന്ന് ഉറപ്പിക്കുക വേഗത്തിൽ. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കമ്പഷനിൽ എന്താ സംഭവിക്കുന്നത്, തെർമൽ ക്രാക്കിംഗ് എന്താ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ അടക്കം എഴുതിയെടുക്കാവുന്ന റിയാക്ഷനാണ്. സോ ഈ 5 റിയാക്ഷൻ പഠിച്ചില്ലേ ഈ ചാപ്റ്ററിൽ എന്ന് നിങ്ങളൊന്ന് ഉറപ്പിക്കുക. ഓരോ റിയാക്ഷൻ്റെയും ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സെറ്റ് അല്ലേ എന്ന് ഉറപ്പിക്കുക. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഈ നോട്ട് കിട്ടും. സോ നിങ്ങൾക്ക് അത് പഠിച്ച് എടുത്ത് സെറ്റ് ആക്കണമെങ്കിൽ ദെൻ അതിന്റെ കൂട്ടത്തിൽ, അപ്പോൾ പോളിമറൈസേഷൻ റിയാക്ഷൻ ഒക്കെ അടക്കം നിങ്ങൾ പഠിക്കുമ്പോൾ കൂട്ടത്തിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോളിമറൈസേഷന്റെ ഭാഗത്ത് നിന്ന് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അഡീഷൻ പോളിമറുകൾ എന്താണെന്നും കണ്ടൻസേഷൻ പോളിമറുകൾ എന്താണെന്നും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പം ടോട്ടൽ 5 ടൈപ്പ് റിയാക്ഷൻസ് പഠിക്കുക. ദെൻ കണ്ടൻസേഷൻ പോളിമറും അഡീഷൻ പോളിമറും പഠിക്കുക. ഇതിൽ കണ്ടൻസേഷൻ പോളിമറിന്റെ ഒരു ടേബിൾ, കുറേ ടേബിൾ ഉണ്ട്, അതിൽ ഒരു ടേബിൾ ഞാൻ പിക്ക് ചെയ്തെടുത്തതാണ്. കണ്ടൻസേഷൻ പോളിമറിന്റെ ടേബിൾ ഉണ്ട്, അതിൽ പോളിമറും മോണോമറും തമ്മിലുള്ള പേരുകളും അതിന്റെ യൂസസും ഉണ്ട്. ഇതൊന്ന് പഠിച്ചെടുക്കാൻ പറ്റിയാൽ നന്നായിരിക്കും. അതൊന്ന് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അതാണ് ആ ചാപ്റ്ററിന്റെ ആദ്യത്തെ ഭാഗത്ത് പറയാം. ദെൻ അവസാന ഭാഗത്ത്, ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് കുറെ ഇമ്പോർട്ടന്റ് കോമ്പൗണ്ടുകളെ കുറിച്ച് പറയാനുണ്ട്. അതിൽ നിങ്ങൾ മെഥനോളിനെ കുറിച്ച് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ മെഥനോളിനെ കുറിച്ച് പഠിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്ക്. മെഥനോളിന്റെ പ്രിപ്പറേഷൻ, മെഥനോളിന്റെ വേറെ പേര് ഒന്ന് പഠിക്കാൻ പറ്റുമോ നോക്ക്. ഇതേപോലെ എഥനോൾ വളരെ ഈസി ആയിട്ട് സൂക്രോസ്, അതിന് ഫ്രക്ടോസും ഗ്ലൂക്കോസും ആക്കുന്നത്, പിന്നെ സൈമേസ് വന്നിട്ട് ആ റിയാക്ഷനും കൂടെ പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. സോ മെഥനോളിന്റെ പ്രിപ്പറേഷനും എഥനോളിന്റെ പ്രിപ്പറേഷനും പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. എസ്റ്ററിന്റെ ഭാഗത്ത്, എസ്റ്ററിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എസ്റ്ററിന്റെ സ്മെല്ല് എന്താണ്, എസ്റ്റർ എന്തുകൊണ്ടാണ് അങ്ങനെ, എസ്റ്ററിന്റെ കാര്യങ്ങൾ എന്താണ് എന്നൊന്ന് നോക്കുക. ദെൻ മെഡിസിൻസിന്റെ ഭാഗത്ത് നമ്മൾ പല ടൈപ്പിൽ മെഡിസിൻസ്, വേദന സംഹാരിയായിട്ട്, ആന്റിപൈററ്റിക്കുകളായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് ഏത് മരുന്നുകളാണ്, അതൊക്കെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. അപ്പൊ ആ ചാപ്റ്ററിൽ അത്രയും പഠിച്ചെടുക്കുക. ഓക്കെ, സെറ്റ്. ദെൻ നമ്മൾ പീരിയോഡിക് ടേബിളിലേക്ക് വരികയാണെങ്കിൽ, പീരിയോഡിക് ടേബിൾ ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ വരികയാണെങ്കിൽ നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത് ആദ്യത്തെ പോയിന്റ്, ഈ ക്വാണ്ടം നമ്പേഴ്സ് വെരി സിമ്പിൾ, വിരലുമേൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ സിമ്പൽ എന്താണ്, അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ സിമ്പൽ എന്താണ്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ സിമ്പൽ എന്താണ്, അതിന്റെ വാല്യൂസ് എന്താണ്, അതൊന്ന് വേഗത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്, നിങ്ങളെ കൊണ്ട് പറ്റും. അത് വേഗത്തിൽ ഒന്ന് പഠിച്ചെടുത്തില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ N+L വാല്യൂ എന്തിനാണ്, N+L വാല്യൂ വെച്ചിട്ട് എനർജി കൂടുതൽ കുറവായിരിക്കാൻ നോക്കുക. അതും എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പഠിക്കാനേ ഉള്ളൂ, അത് നിങ്ങൾ പഠിക്കുക. ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും കോൺഫിഗറേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും കോൺഫിഗറേഷൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അത് എഴുതി നോക്കുക. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്നൊക്കെ നോക്കുക. അതും സെറ്റ് അല്ലേ നോക്കുക. ദെൻ പീരീഡ് എങ്ങനെ, ഗ്രൂപ്പ് എങ്ങനെ, ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അത് ഒരു എക്സാമ്പിൾ ഇതിൽ തന്നെ ഉണ്ട്. ആ എക്സാമ്പിൾ വെച്ചിട്ട് പീരീഡ് എങ്ങനെ, ഗ്രൂപ്പ് എങ്ങനെ, ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. തന്നെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും ഡി ബ്ലോക്കിന്റെയും എഫ് ബ്ലോക്കിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് എഴുതി പഠിക്കുക. പിന്നെ ഈസിയാണ് അത്. അപ്പം എസ് ബ്ലോക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. നേരിട്ട് എസ് ബ്ലോക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാന്നായിരിക്കില്ല ചോദിക്കുക. ഒരു കോമ്പൗണ്ട് വന്നിട്ട് അതിന്റെ കോൺഫിഗറേഷൻ വന്നിട്ട് അത് നിങ്ങൾ എസ് ബ്ലോക്കാന്ന് മനസ്സിലാക്കേണ്ടി വരും. ദെൻ ആ ഗ്രൂപ്പിന്റെ കോൺഫിഗറേഷൻ എഴുതുക എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. സോ അതിന്റെ കോൺഫിഗറേഷൻസ് ഒക്കെ ഒന്ന് പഠിക്കുക. എന്തുകൊണ്ടാണ്
വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു പഠിക്കുക. സോ ആ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് അതാണ് പഠിക്കാനുള്ളത്. ദെൻ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ആ കുറച്ച് കാര്യമാണ് പഠിക്കേണ്ടത്. അത് മൈൻഡിൽ സെറ്റ് ആക്കേണ്ടത്. അതായത് 2 ടൈപ്പ് സെല്ലുകളുണ്ട്. അതെന്തിനാണ് സഹായിക്കുന്നത്? ഗാൽവനിക് സെൽ, ഇലക്ട്രോലൈറ്റിക് സെൽ. അവരെന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഗാൽവനിക് സെല്ലിന്റെ റിയാക്ഷൻ എഴുതി പിടിക്കാനുള്ള ഒരു എക്സാമ്പിൾ പഠിച്ചില്ലെന്ന് ഉറപ്പിക്കുക. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഈ റിയാക്ടിവിറ്റി സീരീസിന്റെ ഐഡിയ ഉണ്ടായാൽ ആരെയാണ് റിയാക്ട് ചെയ്യുക, ആരെയാണ് ഒഴിവാക്കുക, ആർക്കാണ് റിഡക്ഷൻ, ആർക്കാണ് ഓക്സിഡേഷൻ, ഇങ്ങനെ കുറേ ഐഡിയാസ് കിട്ടാനുണ്ട്. അത് പഠിച്ചില്ലെന്ന് ഉറപ്പിക്കുക. ദെൻ ആ റിയാക്ടിവിറ്റി സീരീസിനുള്ള 3 അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കുക. അത് നിങ്ങൾക്ക് ഓൾറെഡി മൈൻഡിൽ വരേണ്ട സാധനമാണ്. അപ്ലിക്കേഷൻസ് പഠിച്ചില്ലെന്ന് ഉറപ്പിക്കുക. അതിന് ഇടയ്ക്കിടയ്ക്ക് ഈ ക്രിയാശീലം കൂടിയ ആളെന്താ ചെയ്യുക, റിയാക്ടിവിറ്റി കുറഞ്ഞ ആളെന്താ ചെയ്യുക എന്നുള്ള പോയിന്റുകളൊക്കെ ഒന്ന് വെറുതെ വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് അങ്ങനത്തെ സാധനങ്ങൾ. ദെൻ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നിങ്ങൾ നോക്കേണ്ടത് മോൾട്ടൺ NaCl കറണ്ട് എടുത്തിട്ടാൽ എന്താ സംഭവിക്കുക, അതുപോലെ തന്നെ NaCl സൊല്യൂഷനിലൂടെ കറണ്ട് എടുത്തിട്ടാൽ എന്താ സംഭവിക്കുക. ഇലക്ട്രോപ്ലേറ്റിംഗ് പെട്ടെന്ന് റിയാക്ഷൻ പഠിച്ചെടുക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. അതൊന്നും പഠിക്കാതെ പോവല്ലേ, ശ്രദ്ധ കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇലക്ട്രോപ്ലേറ്റിംഗിൽ എന്താണ് റിയാക്ഷൻ നടക്കുന്നത്, അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കുക. എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗിന്റെ ഡെഫിനിഷൻ, അതും ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ദെൻ സിൽവറും ഗോൾഡൊക്കെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തണമെങ്കിലുള്ള ഇലക്ട്രോലൈറ്റ് ആരാണ് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എന്താണ് ഇലക്ട്രോലൈസിന്റെ അപ്ലിക്കേഷൻ? നമ്മൾ എപ്പോഴും പറയുന്ന മെറ്റൽസ് ഉണ്ടാക്കാൻ, നോൺ മെറ്റൽസ് ഉണ്ടാക്കാൻ പറഞ്ഞു പഠിക്കാനുള്ളൂ. അപ്പോൾ ചെയ്ത് പഠിച്ചു പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടൂല. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ നിങ്ങൾക്ക് എക്സാം വന്ന് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതും വായിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. എന്താണ് പ്രൈമറി സെല്ലുകളും സെക്കൻഡറി സെല്ലുകളും നമ്മൾ ഡെഫിനിഷൻ ഒന്ന് നോക്കുക. ഫ്യൂവൽ സെല്ലുകൾ എന്താണ്, അഥവാ ഇന്ധന സെല്ലുകൾ എന്താണ്, അതിൻ്റെ സവിശേഷത എന്താണെന്നൊക്കെ ഒന്ന് പഠിക്കുക ആ ഭാഗത്ത് നിന്ന്. മെറ്റൽസ് എന്ന് പറയുന്ന വലിയൊരു ചാപ്റ്ററാണ് നമ്മൾ ഇനി അടുത്തതുള്ളത്. അതിൽ മിനറൽ എന്താണ്, ഓർ എന്താണുള്ള ഡെഫിനിഷൻ പഠിക്കുക. കുറച്ച് മിനറലുകൾ, കുറച്ച് ഓറുകളുടെ പേരുകളും അതിൻ്റെ ഫോമുലകളും പറ്റുന്നതൊക്കെ ഒന്ന് നോക്കി വെച്ച് സെറ്റാക്കി പഠിക്കുക. ദെൻ 4 ടൈപ്പ് കോൺസെൻട്രേഷൻ മെത്തേഡുകളുണ്ട്. ലെവിഗേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോട്ടേഷൻ ഉണ്ട്, അതുപോലെ തന്നെ മാഗ്നറ്റിക് സെപ്പറേഷൻ ഉണ്ട്, അതുപോലെ ലീച്ചിങ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിക്കുക. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ആർക്കാണ് ഉപയോഗിക്കുന്നത്, ഗ്യാങ്ങിന്റെ സ്വഭാവം എന്താണ്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ അത് പഠിക്കുക. ദെൻ കാൽസിനേഷനും റോസ്റ്റിംഗും തമ്മിലുള്ള വ്യത്യാസം, അതിന്റെ എക്സാമ്പിളുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പഠിച്ചെടുക്കാൻ അവസാനത്തെ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. 6 മാർക്കാണ് വെയിറ്റേജ് ഇതിന്റെ. പിന്നെ ലിക്വേഷൻ എന്താണ്, ഡിസ്റ്റിലേഷൻ എന്താണ്, ഉരുക്കി വേർതിരിക്കലും സ്വേദനം എന്താണെന്ന് പഠിക്കുക. ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്, കറണ്ട് കടത്തി വിട്ടിട്ട് എങ്ങനെയാണ് ശുദ്ധീകരിക്കുക, അതൊന്ന് പഠിക്കുക. ദെൻ പെട്ടെന്ന് ഇത്രയും പഠിച്ചതിന് ശേഷം ഒരു ആളെ കുറിച്ച് പ്രത്യേകം സ്പെഷ്യലായിട്ട് പഠിക്കുകയാണ്. ഇരുമ്പിനെ കുറിച്ച് സ്പെഷ്യലായിട്ട് ബ്ലാസ്റ്റ് ഫർണസിൽ എന്താണ് നടക്കുന്നത് കഥ പോലെ പറഞ്ഞ് പഠിക്കുക. അവിടെ ഇതാണ് നടക്കുന്നത്, അവിടെ അതാണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ദെൻ അതിൽ തന്നെയുള്ള ഒരു സംഭവമാണ് ഈ അലോയ് സ്റ്റീൽസുകൾ. സ്റ്റെയിൻലെസ് സ്റ്റീൽ, മാംഗനീസ് സ്റ്റീൽ, സിലിക്കൺ സ്റ്റീൽ. ഈ അലോയ് സ്റ്റീൽസിന്റെ ഒരു പ്രത്യേകത അതൊന്ന് പഠിക്കുക. അലോയ് സ്റ്റീൽസിന്റെ ഒരു ഇത് ജസ്റ്റ് ഞാൻ നേരത്തെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ടേബിൾ ഇതേപോലെ പറഞ്ഞില്ല, അതേപോലെ ഇതിൽ ഈ ടേബിൾ ഒന്ന് പഠിച്ചെടുക്കുക. ദെൻ മക്കളെ കോപ്പറിന്റെ പ്യൂരിഫിക്കേഷൻ, കോപ്പറിനെ ആനോഡിൽ പിന്നെതാ ഈ ചിത്രം വെച്ചിട്ട് പഠിച്ചാൽ മതി. ഇംപ്യൂർ കോപ്പറിനെ ആനോഡിലും പ്യൂർ കോപ്പറിനെ കാഥോഡിലും വെച്ചിട്ട് റിയാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ റിയാക്ഷൻ ആയിരിക്കും. അങ്ങോട്ട് നടക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇങ്ങോട്ട് നടക്കുക എന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി. സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ദെൻ അലൂമിനിയം ഹാൾ ഹെറോൾട്ട് പ്രോസസ്സിൽ അലൂമിനിയത്തിന്റെ ബോക്സ് അലൂമിനയിലൂടെ കറണ്ട് കടത്തി വിട്ടാൽ എന്താണ് സംഭവിക്കുക, എന്തിനാണ് ക്രയോലൈറ്റ് ചേർക്കുന്നത് എന്നുള്ള സംഭവങ്ങൾ. അപ്പോൾ FE കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ കോപ്പറിന്റെ ഇലക്ട്രോലിസിസ് പഠിച്ചു, ഹാൾ ഹെറോൾട്ട് പ്രോസസ്സും പഠിച്ചു. ദെൻ അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ദെൻ അലൂമിനിയം ഭയങ്കര റിയാക്റ്റീവ് ആയിട്ടും അവിടെ അലൂമിനിയം അത്ര പെട്ടെന്ന് നശിക്കൂല, എന്നാൽ ഇരുമ്പ് പെട്ടെന്ന് നശിക്കും. അതിന്റെ കാരണം എന്താണ്, അയൺ പെട്ടെന്ന് കൊറോഷന് പോകും, പക്ഷേ അലൂമിനിയത്തിന് അത് സംഭവിക്കുന്നില്ല എന്നും കൂടെ നമ്മളൊന്ന് പറഞ്ഞ് സെറ്റാക്കി പഠിക്കുക. പിന്നെ ബാക്കിയുള്ള 2 ചാപ്റ്ററുകളാണുള്ളത്. ആ 2 ചാപ്റ്ററിൽ ഒന്ന് ഗ്യാസ് ലോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദെൻ അടുത്തത് നമ്മുടെ പിന്നെ ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. അതിലും ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ചാപ്റ്റർ ക്ലാസ് എടുത്തപ്പം മിസ് പറഞ്ഞിട്ടുണ്ടാവും. അതും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇത്രയും ടോപ്പിക്കുകളെങ്കിലും പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എക്സാം ഹാളിലേക്ക് പോവണേ. കാരണം എന്തായാലും അതിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്, ഇത്രയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതെങ്കിലും പഠിച്ച് ഉറപ്പ് വരുത്തി പോയിക്കോ. നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.